നമുക്കിന്ന് പുട്ടിൻ്റെയും ചോറിൻ്റെയും കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പയർ മെഴുക്ക് പുരട്ടി റെഡിയാക്കാം. പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് വൻപയർ സോക്ക് ചെയ്തതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പയർ ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മുളകിട്ടെടുക്കാം. പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 10 ചുവന്നുള്ളിയും 15 വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം വേവിച്ച് വെച്ച ഉണക്കപ്പയറും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി പയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അവരപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്